അനിൽകുമാർ, 2025 ജനുവരി 1 രാത്രി എന്ന് പറഞ്ഞാൽ ജനുവരി 1 പുലരുന്ന ആ രാത്രി തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് 15-16 വയസ്സുള്ള 2 കുട്ടികൾ ചേർന്ന് 30 വയസ്സുകാരനെ കുത്തിക്കൊന്നു. ആ വാർത്തയിൽ തുടങ്ങിയതാണ്. നമ്മൾ 2 മാസം പൂർത്തിയാക്കി മാർച്ച് 2 ഇന്നത്തെ നിൽക്കുമ്പോഴേക്കും നമ്മൾ കണ്ട ശവശരീരങ്ങൾക്ക് കയ്യും കണക്കുണ്ട്. ശ്രീ അനിൽകുമാർ, അങ്ങനെ 10ഓളം ശരീരങ്ങൾക്ക് മുകളിൽ നിന്നാണ് ഇന്ന് ആ സഭയിലെ ചോരയ്ക്ക് മുകളിൽ നിന്നാണ് ആ സഭയിലെ ഏറ്റവും നിർണായകമായ ചർച്ച. ഈ കൊടും വിപത്ത് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കിടയിൽ ഉണ്ടാവുന്ന അരാജകത്വം, അങ്ങേയറ്റം അനാർക്കി, അങ്ങേയറ്റം അക്രമ സ്വഭാവം. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. കത്തിയെടുത്ത് അമ്മയുടെ കഴുത്തറക്കാൻ മടിക്കാത്ത ബ്രൂട്ടാലിറ്റി, ഇതൊക്കെ എന്ത് കാരണം കൊണ്ടാണ്? അതിനെ നിയന്ത്രിക്കാൻ എന്താണ് ഉണ്ടാവേണ്ടത്? ഇന്ന് സഭയിൽ ഏതെങ്കിലും ഒരു ക്രിയേറ്റീവായ ഒരു കാര്യം 2 മണിക്കൂർ ഉരുത്തിരിഞ്ഞു വന്നു എന്ന് നമുക്ക് കരുതുന്നുണ്ടോ ശ്രീ അനിൽകുമാർ? അങ്ങയുടെ അവതരണത്തിലൊരു വസ്തുതാപരമായ പിശക് പറഞ്ഞു. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ഈ ഷഹബാസിൻ്റെ കേസിലെ പ്രതികളായ ആളുകൾക്ക് കുറ്റവാളികൾ എന്ന് പറയാൻ പാടില്ല, കുട്ടികളാണ്. അവർ ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്, നിയമത്തിൽ പറയുന്നത്. ജുവനൈൽ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നാണ് അവരെക്കുറിച്ച് പറയുന്നത്. അവർ ജാമ്യത്തിലാണ് എന്നൊരു പ്രയോഗം നടത്തി. ജാമ്യത്തിലാണെങ്കിൽ പിന്നെ വളരെ ഗൗരവതരമായ കാര്യമാണത്. ഞാൻ മനസ്സിലാക്കുന്നത് ജാമ്യത്തിലല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ജാമ്യത്തിലാണ് എന്നൊരു നിലയിലേക്ക് തന്നെ ചർച്ച കൊണ്ടുപോകുന്നത് എത്രത്തോളം വസ്തുതാപരമായ കാര്യമാണ്. 2, ഇവർക്ക് പരീക്ഷ എഴുതാൻ അനുവാദം കൊടുത്തതാര്? ഈ കുറ്റവാളികളായിട്ടുള്ള കുട്ടികളെ ഹാജരാക്കിയ ജുഡീഷ്യൽ അധികാരമുള്ള സ്ഥാപനമാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ്. അവർ ഈ കാര്യങ്ങളിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആ നിയമവുമായി ബന്ധപ്പെട്ട് വ്യവസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു പ്രതികളെപ്പോലെ അത് കൈകാര്യം ചെയ്യാനാവില്ല. അതുകൊണ്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അവരെ താമസിപ്പിക്കുന്ന സ്ഥലത്ത് പ്രത്യേകമായി പരീക്ഷയ്ക്ക് സൗകര്യം ഉണ്ടാക്കണം എന്ന് സർക്കാരിനോട് പറഞ്ഞാൽ, സർക്കാർ ആ നിയമം അവലിക്കുന്നതോടുകൂടി സർക്കാർ കൊലയാളിക്കൊപ്പമാണ് എന്ന ആഖ്യാനം ഉണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നത് രാഷ്ട്രീയമാണ്. വിട്ടേക്കോ സാർ, അതൊരു പിതാവ് പറയുന്നതാണ്. ഞാൻ അത് മകൻ മിനിഞ്ഞാന്ന് മാത്രം നഷ്ടപ്പെട്ട ഒരു പിതാവിന്റെ വേദനയാണ്. അതിനെ അങ്ങ് രാഷ്ട്രീയമായി മറുപടി പറയാൻ നിൽക്കല്ലേ. അതാണ് ആ വഴിക്ക് വിട്ടേക്കു. ഞാൻ അദ്ദേഹത്തോട് ഏറ്റവും അവസാനം അത് രാജ്യത്തെ നിയമമാണെന്നും അത് രാജ്യത്തെ നിയമമാണെന്നും ജുവനൈൽ ജസ്റ്റിസ് ബോർഡാണ് ഈ പറയുന്ന നടപടി സ്വീകരിക്കുന്നത് ഞാൻ അദ്ദേഹം പറഞ്ഞാണ്. ഞാൻ പറഞ്ഞത് അതിനെ രാഷ്ട്രീയമായി എടുക്കില്ല, അത് വിട്ടേക്കോ ശ്രീ അനിൽകുമാർ. കഷ്ടം. അല്ല, അത് വിടാൻ പറ്റത്തില്ല. കാരണം ഒന്ന് ഹാഷ്മിയുടെ ഇൻട്രോ നോക്കി, എന്താണ് ആ നിയമവ്യവസ്ഥകൾ ആരണ്ടൊക്കെ വ്യാഖ്യാനിച്ചു എന്നൊക്കെ പറഞ്ഞു. നിയമവ്യവസ്ഥ വ്യാഖ്യാനിക്കാനുള്ളതാണ്. 2, അങ്ങും ഷഹബാസിന്റെ പിതാവുമായിട്ടുള്ള ചർച്ചയിൽ ജാമ്യം ലഭിച്ചു പ്രയോഗിച്ചത് ഹാഷ്മി തന്നെയാണ്. അല്ലല്ല ഞാൻ ഇല്ല ഞാൻ ജാമ്യം പറഞ്ഞത് ഇപ്പോഴല്ല, ആദ്യഘട്ടത്തിൽ അൽകുമാർ വസ്തുത മനസ്സിലാക്കൂ. ആ എരണം കെട്ടനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവൻ ഉടക്കുണ്ടാക്കും. പൂളും താങ്കരിയും അങ്ങ് തുടക്കത്തിൽ കൊമ്പ് ഓർക്കാൻ വരില്ലേ? അങ്ങ് വസ്തുത മനസ്സിലാക്കി പറയൂ. ആദ്യഘട്ടത്തിൽ ഈ പ്രതികളെ ഈ ബോർഡിന് മുന്നിൽ ഹാജരാക്കിയതാണ്, രക്ഷിതാക്കളൊപ്പം വിട്ടതാണ്. അത് കഴിഞ്ഞാണ് ഷഹബാസ് മരിക്കുന്നത്. അത് കഴിഞ്ഞാണ് പിന്നെയും കൊണ്ട് ഹാജരാക്കുന്നത്. ആ സമയത്ത് ജാമ്യം കൊടുത്ത കാര്യമാണ് ഞാൻ പറയുന്നേ അനിൽകുമാർ. ഇയാൾക്ക് തലയ്ക്ക് എന്താ തകരാറാണ് മേഡം? അങ്ങ് അതിൽ കയറി പിടിക്കല്ലേ. അല്ല, അവിടെ മനസ്സിലാക്കേണ്ട കാര്യം ആ ഘട്ടം ഒരല്പം മട്ടുണ്ടല്ലേ. അല്ല, 2ാം ഘട്ടത്തിൽ ശ്രീ ഇക്ബാലുമായിട്ടുള്ള അങ്ങയുടെ സംഭാഷണത്തിലാണ് ഇവർ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയെന്നൊരു വാചകം പറയുന്നത്. സാറേ, തിരിച്ചറിയേണ്ട കാര്യം, ഞാൻ അങ്ങ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച സമയം കളയുന്നില്ല. സംഭവമല്ല, ഞാൻ അങ്ങ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച സമയം കളയുന്നില്ല. അത് ആ പിതാവിന്റെ വേദനയാണ്. എന്താണ് ആ പിതാവിന്റെ വേദന? എങ്ങനെയാണ് ഇന്ന് പരീക്ഷ എഴുതേണ്ട സ്വന്തം പുത്രൻ 6 മണ്ണിന് താഴെ കിടക്കുകയും അതിന് കാരണക്കാരായ പരീക്ഷ എഴുതുകയും ചെയ്താൽ ആ പിതാവ് പറയുന്നു സ്വന്തം മകൻ നഷ്ടപ്പെട്ടാലേ ആ വേദന അറിയുമെന്ന് പറയുന്നുണ്ട്. ആ വേദനയ്ക്ക് വിട്ടേക്കും. അതിന് നമ്മൾ രാഷ്ട്രീയ മറുപടി നിൽക്കണോ? അല്ല, അതിന് രാഷ്ട്രീയ മറുപടിയല്ല, നിയമപരമായിട്ടുള്ള പൊസിഷൻ എന്താന്നാ പറയുന്നത്. ഒരു കുട്ടി കൊല്ലപ്പെട്ടത് വേദനാജനകമായ കാര്യമാണ്. അതിന് ഉത്തരവാദികളായവരും ജുവനൈലാണ്. ആ ജുവനൈലിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയിലൊരു സംവിധാനമുണ്ട്. ആ നിയമവ്യവസ്ഥ പറയുന്നത് രാഷ്ട്രീയ പ്രയോഗമല്ല, രാഷ്ട്രീയമായ അഭിപ്രായമല്ല, CPMന്റെ രാഷ്ട്രീയ നിലപാടോ സർക്കാരിൻ്റെ രാഷ്ട്രീയ നിലപാടോ അല്ല.
ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ പ്രവർത്തനങ്ങളിൽ നിഴലിക്കുന്നത്. ഇത് പ്രാഥമികമായി മനസ്സിലാക്കിക്കൊണ്ടേ നമുക്ക് വൈകാരികത ഉണർത്താനാകൂ എന്ന് ഞാൻ പറയുകയാണ്. 2, ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം? ഇത് കുട്ടികൾ ഓരോ വീടുകളിലും ഓരോ നാട്ടിലും ഓരോ വിദ്യാലയത്തിലും കൂട്ടം കൂടിയും കൂട്ടില്ലാതെയും ഒക്കെ വളരുന്നതിൻ്റെ ഭാഗമാകുന്ന പ്രശ്നങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വം ആർക്കാണ്? ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ഒരു സംസ്ഥാനത്ത് ഭരിക്കുന്ന സർക്കാരാകെ പ്രതിക്കൂട്ടിലാവും. അത്തരം ആഖ്യാനങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കും. ഇവിടെ വി.ഡി. സതീശൻ്റെ ശബ്ദം കേൾപ്പിച്ചല്ലോ, മുഖ്യമന്ത്രിയോട് നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ കൊടുക്കുന്ന വിദ്യാഭ്യാസം എവിടുന്നാണ്? നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം. കുട്ടികൾ പാൽ ഊട്ടുമ്പോൾ തന്നെ മൊബൈൽ കണ്ടുകൊണ്ടല്ലേ പാൽ ഊട്ടുന്നത്. അമ്മമാരിപ്പോൾ വളരെ വേഗം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ചുറ്റുപാട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കല്ലേ. ഈ മൊബൈലിൽ എന്താ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ? കുഞ്ഞിലെ തന്നെ അവർക്ക് ലഭിക്കുന്ന ആക്സസബിളാകുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അവരെ ക്രിമിനൽ വാസനകളിലേക്ക് കൊണ്ടുപോകുന്നതാണ് എന്നുള്ളത് മറന്നുകൊണ്ട് നമ്മളൊരു സമൂഹത്തെക്കുറിച്ച് ചർച്ച ചെയ്താൽ അർത്ഥമുണ്ടോ? 2, നമ്മൾ മതപരമായൊരു വിദ്യാഭ്യാസം കൊടുക്കുന്നു. അത് ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യമാണ്. അവിടങ്ങളിലൊക്കെ തന്നെ കൊലപാതകം, കൊല്ലൽ, അത് ചിലപ്പോൾ പ്രത്യേകമായൊരു കാര്യത്തിനാകാം, വിശുദ്ധമായ കാര്യത്തിനാകാം. പക്ഷെ വിശുദ്ധമായ കാര്യത്തിനാണെങ്കിലും അത് സാധൂകരിക്കപ്പെടുന്ന ആഖ്യാനങ്ങൾ സമൂഹത്തിലുണ്ട്. അതും കുട്ടികളെ സ്വാധീനിക്കില്ല എന്ന് നമ്മൾ കാണരുത്. 3ാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? എനിക്കറിയില്ല. നമ്മുടെ സമൂഹത്തിനകത്ത് വളർന്നു വരുന്ന മൂല്യബോധം കച്ചവടത്തിൻ്റെതാണ്. മനുഷ്യർ തമ്മിലുള്ള രൊക്കം പണത്തിൻ്റെ ബന്ധമൊഴികെ മറ്റൊന്നും ബാക്കി വെക്കുന്നില്ല എന്ന് കാറൽ മാർക്സ് ചൂണ്ടിക്കാണിക്കുന്ന പോലെ ഒരു മുതലാളിത്ത വ്യവസ്ഥയാണ് നിർമ്മിക്കപ്പെടുന്നത്. അത് കേരളത്തിൽ മാത്രമായിട്ട് പിണറായി സർക്കാർ 9 കൊല്ലം ഉള്ളതുകൊണ്ടല്ലാത്തൊരു വ്യവസ്ഥയല്ല. ഇന്ത്യയിൽ, ലോകത്ത് അത്തരമൊരു മുതലാളിത്ത വ്യവസ്ഥയാണ്. അതിൻ്റെ ഭാഗമായി ലോകമെമ്പാടും നടക്കുന്ന ഇപ്രകാരമുള്ള ക്രിമിനൽ പ്രവണതകളെക്കുറിച്ച് മുഖ്യമന്ത്രിയും പറഞ്ഞു നിയമസഭയിൽ. കുമാറിന്റെ ചോദ്യം നമുക്കങ്ങനെ പരന്നു പറയാൻ ഇനി സമയമില്ല. കുമാർ, അങ്ങനെ പരന്നു പറയാൻ പറ്റിയ കാലമല്ല. നമ്മുടെ കാലം എന്ന് പറഞ്ഞാൽ ദിനേന എന്നോണം അറുംകൊലകളുടെ കാലമാണ്. അമ്മയുടെ കഴുത്തറക്കാൻ മറിക്കാത്ത, അച്ഛൻ്റെ കഴുത്തു നോക്കി വെട്ടാൻ മടിക്കാത്ത, മക്കൾക്ക് കൈവറയ്ക്കാത്ത കാലമാണ്. ലഹരികൾ കുത്തൊഴിച്ചെത്തുന്ന കാലമാണ്. MDMAയും പേര് കേൾക്കാത്ത ലഹരികളൊക്കെ വളരെ സുലഭമായി താഴെത്തട്ടിൽ ലഭ്യമാകുന്ന കാലമാണ്. സർക്കാർ, ഒരു ഭരണകൂടം എന്നുള്ള നിലയ്ക്ക് നാടിനെ കാക്കാൻ നമുക്കൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടോ എന്ന് അനിൽകുമാർ അതിൻ്റെ പ്രാക്ടിക്കൽ മറുപടി പറയണം. അതല്ലാതെ നമ്മൾ ഈ ലോകത്തെ മൊത്തം ഏതാണ്ട് വിശുദ്ധ കൊലപാതകങ്ങൾ, വിശുദ്ധമല്ലാത്ത കൊലപാതകങ്ങൾ, TP ചന്ദ്രശേഖരനെ വെട്ടിക്കീറിയ രീതി, അതൊന്നും പറയാനുള്ള സമയം നമുക്കില്ല. നമുക്ക് വേണം നമ്മുടെ നാടിനെ കാക്കാൻ പുതിയതായ എന്തെങ്കിലും ഒരു ആക്ഷൻ പ്ലാൻ നമുക്കുണ്ടോ മുന്നോട്ട് വെക്കാൻ? അനിൽകുമാർ, നിഖിൽ പൈലിയെ അടുത്ത് കിട്ടിയപ്പോൾ ചോദിച്ചായിരുന്നു എങ്ങനെയാണ് ധീരതനെ കൊന്നതെന്ന്. നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്ന കണ്ടല്ലോ. അന്ന് ഈ നമ്മുടെ ഇവിടെ എറണാകുളത്തെ ഒരുമിച്ച് നിൽക്കുന്ന കണ്ടല്ലോ. നമ്മുടെ എറണാകുളത്തെ അങ്ങയുടെ നേതാവ് അരുൺകുമാർ അടക്കം കല്യാണത്തിന് വന്നിരുന്നു. ഓർമ്മ വരുമ്പോ ആ നിഖിൽ പയ്യയുടെ കല്യാണത്തിനെ ഇവിടുത്തെ അരുൺകുമാർ അടക്കം വന്നിരുന്നു. ഇവിടുത്തെ CPM നേതാക്കൾ വന്നിരുന്നു. അവരോട് ചോദിക്കാട്ടോ അനിൽകുമാർ. അല്ലല്ല, അബിൻ വർക്കിയുടെ കല്യാണം, നിഖിൽ പയ്യിൽ വന്ന കല്യാണത്തിൽ CPM നേതാക്കൾ ഉണ്ടായിരുന്നു. അവരോട് ചോദിക്കുക അനിൽകുമാർ. നിലവാരം താഴല്ലേ പ്ലീസ്? അല്ലല്ല, അങ്ങനല്ല കൈകാര്യം ചെയ്യണ്ടേ. നിലവാരം നിങ്ങൾക്കാണ് താഴുന്നത്. ഇന്നത്തെ ചർച്ചയിൽ ഇവിടെ നാട് തരിച്ചു നിൽക്കുക. അല്ലല്ല, അപ്പോൾ ഉടനെ നിഖിൽ പയ്യിലോട്ട് പോവാ അനിൽകുമാർ. കഷ്ടമാണേ. അപ്പൊ TP ചന്ദ്രശേഖരനിലേക്ക് പോയതോ? TP ചന്ദ്രശേഖരനെ കൊന്നത് CPM ആണപ്പോ അല്ലേ? TP കൊന്നത് CPM ആണ് അല്ലേ? അല്ലല്ല, TP ചന്ദ്രശേഖരനിലേക്ക് പോയതോ? TP പറ്റി പറഞ്ഞാൽ പൊള്ളുന്നുണ്ട് CPM അല്ലേ? ആര് പറഞ്ഞു? അപ്പൊ TP കൊന്നത് CPM അല്ലേ? വിഡ്ഢിത്തരം പറഞ്ഞുകൊണ്ടിരിക്കരുത്. പിന്നെന്തിനാണ് അങ്ങ് കയറി പിടിച്ചത് ഇപ്പോ? നിങ്ങൾ അതിര് കിടക്കുന്നു. അല്ലല്ല, നിങ്ങൾ TP വധത്തിന് ശേഷം ഇപ്പൊ അങ്ങക്ക് അത് പൊള്ളേണ്ട കാര്യം എന്താ? TP 52 വെട്ടി കയറി കൊന്നത് ക്രിമിനലാണ്. കൊടിസിന് മാത്രമാണെങ്കിൽ CPM അതിന് പൊള്ളേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. പറഞ്ഞു കഴിഞ്ഞോ? പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം. നിങ്ങൾ TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന്റെ വെട്ടിന്റെ എണ്ണം ഇവിടെ പറഞ്ഞല്ലോ. നിങ്ങളുടെ അടുത്തൊരാളെ കിട്ടി, ഒരു ക്രിമിനലിനെ കിട്ടി. ഞാൻ പറഞ്ഞത് TP ചന്ദ്രശേഖരനെ 52 വെട്ടുകയറി കൊന്നത് കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ട സമയമല്ലെന്ന് ഞാൻ പറയുന്നത്. ഞാൻ പറയട്ടെന്ന്. ആ സമയമല്ലെന്ന് ഞാൻ പറയുന്നത്. ഒരു ആക്ഷൻ പ്ലാൻ നമുക്കുണ്ടോ അങ്ങ് കുറച്ച് ക്രിയേറ്റീവായി സംസാരിക്കൂ അനിൽകുമാർ. നമ്മൾ എല്ലാ ദിവസവും രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതല്ലേ? അത് വിടൂ പ്ലീസ്.
ഞാൻ ക്രിയേറ്റീവാണ്. നിങ്ങളുടെ നമ്മൾ എല്ലാ ദിവസവും രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതല്ലേ, അത് വിടൂ. ഞാൻ പറയുന്നത് നാടിനെ മുടിക്കാനിറങ്ങിയ ലഹരി മാഫിയെ നേരിടാൻ ഒരുമിച്ച് നിൽക്കാൻ എന്തെങ്കിലും പ്ലാൻ നമുക്കുണ്ടോ ശ്യാൽകുമാർ? അത് കഴിഞ്ഞ് ടി പി പറയാം, അത് കഴിഞ്ഞ് നിഖിൽ പൈലി എത്ര വേണേ പറയാം. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കേടിനെ കുറച്ച് കാണരുത്, ഇത് അതുക്കും മേലെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോഴോ കേൾപ്പിച്ച സതീശന്റെ ശബ്ദം അതായിരുന്നില്ലല്ലോ. നിങ്ങൾ കേൾപ്പിച്ച സതീശന്റെ ശബ്ദം അതായിരുന്നില്ലല്ലോ. നാടിനെ മുടിക്കുന്ന ഈ വിപത്തിനെതിരായി നമുക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന ആക്ഷൻ പ്ലാൻ നമുക്കുണ്ടാക്കാമെന്ന് അങ്ങ് അവതരിപ്പിക്കുമ്പോൾ അവതാരകൻ എന്തിനാ ടി പിയിലേക്ക് പോയത്, ടി പി ചന്ദ്രശേഖറിലേക്ക് പോയത്? ടി പി ചന്ദ്രശേഖരൻ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. ചന്ദ്രശേഖറിലേക്ക് പോകുമ്പോൾ നിഖിൽ പൈലിയെ ഞാൻ പറയട്ടെ, അങ്ങ് എന്റെ തലയിൽ പൂടയുണ്ടോ നോക്കി ഇരിക്കല്ലേ പ്ലീസ്. അങ്ങ് എന്റെ തലയിലാണോ കിണ്ണം കെട്ട പൂടാൻ നോക്കി ഇരിക്കല്ലേ പ്ലീസ്. പ്ലീസ്, ഞാൻ പറഞ്ഞ എന്താണ്, സഭയിൽ ടി പി വന്നുകൂടാ. ഇന്ന് സഭയിൽ ടി പി വന്നുകൂടാ, ഇന്ന് മറ്റു വിഷയങ്ങൾ വന്നുകൂടാ. ഇന്ന് വരേണ്ടത് നാടിനെ മുടിക്കാനിറങ്ങിയ 4ാം ക്ലാസ്സിലെ കുഞ്ഞിനെ വരെ കൊല്ലാനിറങ്ങിയ ലഹരി മാഫിയക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ ഒരു പ്ലാൻ ഉണ്ടോ എന്ന വിഷയമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങ് ഉടനെ ടി പി കയറി പിടിച്ച് അതിൽ പിടിച്ച അങ്ങ് കേറല്ലേ. നമ്മൾ രാഷ്ട്രീയം പിന്നെ നമുക്ക് ചർച്ച ചെയ്യാം. അവിടെയാണ്. അപ്പം അങ്ങക്ക് ബോധം വന്നല്ലോ, ഇപ്പൊ വെളിവ് വന്നല്ലോ, നിങ്ങൾക്ക് വെളിവ് വന്നല്ലോ. താങ്കൾക്കൊരു വെളിവാ പ്ലീസ്. അച്ഛനോടൊരു ചോദ്യം ചോദിക്കുന്നു. കേൾക്കുമാർ, താങ്കൾക്ക് കുറച്ച് വെളിവാ പ്ലീസ്. വെളിവ് വന്നല്ലോ, ഞാൻ പറയാം. താങ്കൾക്ക് പുതുക്കി വെളിവാ. അങ്ങൊരു CPM സംസ്ഥാന സമിതി അംഗമല്ലേ, ഇങ്ങനെ ഉത്തരവാദിത്തരഹിതമായി സംസാരിക്കല്ലേ സാറേ. നാട് മുടിയുക, ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഉത്തരവാദിത്തരഹിതമായി സംസാരിക്കല്ലേ പ്ലീസ്. എനിക്ക് സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമാക്കിയത് നിങ്ങളാരുമല്ല, മാധ്യമങ്ങളല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് അങ്ങോട്ട് കേൾക്കുക. ശരി. മരിച്ചുപോയ കുട്ടിയുടെ പിതാവിനോട് ബഹുമാനപ്പെട്ട ഹാഷ്മി ചോദിക്കുന്ന ചോദ്യം ഞാൻ കേട്ടു. എന്താ ചോദ്യം? ഈ കൊലപാതകം നടത്തിയ ഒരു കുട്ടിയുടെ പിതാവിന് ഏതോ ഒരു പ്രതിയായിട്ട് ബന്ധമുണ്ട്. അതേത് പ്രതിയാ? അതെന്തിനാ ആ കഥ എഴുന്നള്ളിച്ചത് നിങ്ങളുടെ ചർച്ചയിൽ? നിങ്ങളെന്തിനാ ആ കഥ എഴുന്നള്ളിച്ചത്? ഇന്നത്തെ ദിവസം നമ്മളിത് നേരിടാൻ വേണ്ടിയാണോ അതോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുകൊണ്ട് പൈലിയുടെ കാര്യം വരുമ്പോൾ ഞാൻ അത്ര വലിയ യോഗ്യനൊന്നും ആകണ്ട, പറയണ്ട, അത്ര വലിയ യോഗ്യത ഇല്ല. എന്റെ ചർച്ച ഇല്ല, നിലവിൽ ഇന്നത്തെ ചർച്ച നമുക്ക് രാഷ്ട്രീയ പയറ്റ് നടത്തി എന്താണ് തരം താഴ്ത്താൻ ഉദ്ദേശിക്കുന്നില്ല ശ്യാൽകുമാർ. നിലവിൽ നമ്മുടെ ഇന്നത്തെ ചർച്ച നമ്മൾ മുന്നോട്ട് വെക്കുന്ന വിഷയം അതിഗുരുതരമായ ഒരു സാമൂഹ്യ വിപത്തിനെ കുറിച്ചുള്ള വിഷയമാണ്. അതിലെന്തെങ്കിലും ഒക്കെ പറഞ്ഞ് നിലവാരം കെട്ടാൻ താഴ്ത്തിക്കെട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് താങ്കൾക്ക് പറയാനുള്ളത് പൂർത്തിയാക്കും ശ്രീ കേൾക്കുമാർ. എനിക്ക് അടുത്ത ആളിലേക്ക് പോകണം. അപ്പോ മറ്റു കാര്യങ്ങൾ പറഞ്ഞാൽ നിലവാരം കെട്ടുപോകുമെന്ന് നല്ല ബോധമുള്ള അവതാരകൻ അന്തരിച്ച ആ കുട്ടിയുടെ പിതാവിനോട് പറയുകയാണ്. അതിലൊരു പ്രതി എന്ന് പറയുന്നത്, ആ പ്രതിയുടെ അച്ഛൻ എന്ന് പറയുന്നത്, ആ നഞ്ചക്കുണ്ടായിരുന്ന വീട്ടിലെ ആ പ്രതിയുടെ അച്ഛൻ എന്ന് പറയുന്നത് വേറെ ഏതോ ഒരു കേസിലെ പ്രമാണിയാണ്. ആ പ്രമാണിയെ രക്ഷിക്കാൻ വേണ്ടി കേരള സർക്കാർ നടത്തുന്നു. ഈ ചർച്ചയിൽ നടത്തിയ ഒരു പരിപാടിയല്ലേ അത്? ആ പരിപാടിയെ ഞാൻ പറയാം, ആ പരിപാടി കയ്യിലിരിക്കട്ടെ. ചന്ദ്രശേഖർ കേസിലെ ഒരു കൊടും ക്രിമിനലിനൊപ്പം 1ാം പ്രതിയുടെ പിതാവ് നിൽക്കുന്ന ചിത്രത്തെ പറ്റി ഞാൻ പിതാവിനോട് ചോദിച്ചു. അതിൽ അങ്ങേക്ക് എന്തിനാന്നേ പൊളിയുന്ന ഇത്രയും? എനിക്ക് മനസ്സിലാവുന്നില്ല ശ്രീകുമാർ താങ്കളെ. എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ പറയാം. ടി പി ചന്ദ്രശേഖരന്റെ കേസിലെ പ്രതികളുടെ കൂടെ പലരും ഫോട്ടോയിൽ കാണും. ചോദ്യം അതല്ല. കേരള സർക്കാർ ഈ പറയുന്ന കുറ്റവാളികളെ സംരക്ഷിക്കുമെന്ന ചോദ്യമാണ് ഉള്ളത്. സംരക്ഷിക്കുകയാണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള വ്യംഗ്യമാണ് ആ ചോദ്യത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് വെച്ചത്. അതുവഴി കൊലയാളിക്കൊപ്പം നിൽക്കുന്ന സർക്കാരാണെന്ന് ദുരാരോപണം നടത്താനാണ് ആ ദുരുദ്ദേശം തുറന്നു കാണാൻ. ഞാൻ മകൻ മരിച്ച ഒരു പിതാവിനോട് ചോദിച്ച ചോദ്യം താങ്കൾ താങ്കൾ അച്ഛന് രാഷ്ട്രീയ മറുപടി പറഞ്ഞു. ഞാൻ ഉദ്ദേശിക്കാത്ത എന്തോ അർത്ഥമെടുത്ത് അത് വാർത്ത വന്നതാണെന്നേ. ടി പി ചന്ദ്രശേഖരൻ കേസിലെ ഒരു പ്രതിക്കൊപ്പം ഈ 1ാം പ്രതിയുടെ അച്ഛൻ നിൽക്കുന്നത്, അയാളുടെ വീട്ടിൽ നിന്നാണ് കൊലയ്ക്ക് ഉപയോഗിച്ച ഈ നഞ്ചക്ക് കണ്ടെത്തിയത് എന്ന ചോദ്യം ഞാൻ അത് ചോദിച്ചു. അതിൽ CPM സംസ്ഥാന സമിതി അംഗത്തിന് പൊള്ളേണ്ട കാര്യം എന്താ? ഒരു പൊള്ളലുമില്ല. അതിൻ്റെ ഭാഗമായി ഈ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന സർക്കാരാണ് എന്നൊരു ആഖ്യാനം ഉണ്ടാക്കാനാണ് നിങ്ങൾ ആ പരിപാടിയായിട്ട് ഇറങ്ങിയത്.
അങ്ങനെ ഇറങ്ങുന്നവരാരാണെന്ന് പറഞ്ഞ് അവരെ തുറന്നു കാട്ടുക എന്ന് പറയുന്നത് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ പ്രാഥമിക ജോലിയാണ്. നമിച്ചു. അതുകൊണ്ട് അത്തരം വേലയൊക്കെ കൈ ഇരിക്കട്ടെ. ശരി 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 ഞാൻ അങ്ങയുടെ യുക്തിയോട്, അങ്ങയുടെ തർക്കശാസ്ത്രത്തോട് എന്റെ നമോവാകം ശരൺകുമാർ, ഞാൻ അങ്ങയിലേക്ക് എത്താം. ശ്രീ രാജു പി നായർ, ഞാൻ അങ്ങയിലേക്ക് എത്താം. ശരൺകുമാർ, അങ്ങയുടെ തർക്കശാസ്ത്രത്തോട് ബഹുമാനത്തോടെ നമോവാകം. ഞാൻ അങ്ങയിലേക്ക് എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.